പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ തിരിച്ചടി ഉടനെന്ന് സൂചന. പാകിസ്ഥാനെ നാലുപാട് നിന്ന് പൂട്ടുകയാണ് ഇന്ത്യ. അറബിക്കടലിൽ ഇന്ത്യയുടെ 6 പടക്കപ്പലുകളാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള 6 പടക്കപ്പലുകൾ പാകിസ്ഥാനെ ആക്രമിക്കാനായി അറബിക്കടലിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുകൂടാതെ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ ഒക്കെ തന്നെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനെ നാലുപാട് നിന്ന് പൂട്ടുകയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനെ അഡപ്പടലം പൂട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യ ഒരുക്കിയിരിക്കുന്നു. പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സേന. ഇവിടെയാണ് ഇന്ത്യൻ സേനയുടെ കരുത്തും പാകിസ്ഥാൻ സേനയുടെ കരുത്തും തമ്മിലുള്ള താരതമ്യം ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് 14 ലക്ഷത്തോളം സൈനികരുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് 6,54,000 സൈനികർ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ പക്കൽ 4201 ടാങ്കുകളുണ്ട്. പാകിസ്ഥാന്റെ പക്കൽ 2617 ടാങ്കുകൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഭാഗത്ത് സൈനിക വാഹനങ്ങൾ 1,42,000 ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് ആകെയുള്ള സൈനിക വാഹനങ്ങൾ 17,716 മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക സംവിധാനങ്ങൾ, അതായത് സൈനിക വാഹനങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ ഭാഗത്തുള്ളത് 3975 ആണെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് 2912 ആണ്. ആകെ വ്യോമസേനയുടെ ഭാഗത്തുള്ള വിമാനങ്ങൾ ഇന്ത്യയുടെ പക്കൽ 2229 എണ്ണം ഉണ്ടെങ്കിൽ പാകിസ്ഥാന്റെ പക്കൽ 1399 എണ്ണമാണ് ആകെ ഉള്ളത്. ഇന്ത്യയുടെ പക്കൽ 513 ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടെങ്കിൽ പാകിസ്ഥാന്റെ പക്കൽ 328 ഫൈറ്റർ ജെറ്റുകളാണ് ഉള്ളത്. ഇന്ത്യയുടെ പക്കൽ 899 ഹെലികോപ്റ്ററുകൾ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കലുള്ളത് 373 ഹെലികോപ്റ്ററുകളാണ്. ആക്രമണത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹെലികോപ്റ്ററുകളുടെ എണ്ണം ഇന്ത്യക്ക് 80 എണ്ണം ഉണ്ടെങ്കിൽ പാകിസ്ഥാന്റെ പക്കൽ 57 എണ്ണം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ ആയുധങ്ങളുടെ കാര്യത്തിലായാലും സേനാ വിന്യാസത്തിന്റെ കാര്യത്തിലായാലും മറ്റ് പടക്കോപ്പുകളുടെയും പടക്കപ്പലുകളുടെയും കാര്യത്തിലായാലും ഇന്ത്യക്ക് മുന്നിൽ ഒന്നുമല്ല പാകിസ്ഥാൻ സേന എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇതുകൂടാതെ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണമെടുത്താൽ, അവരുടെ കരുത്തെടുത്താൽ പാകിസ്ഥാൻ നിഷ്പ്രഭമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പമാണ്. ഈ യുദ്ധത്തിൽ, പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് ഈ രാജ്യങ്ങളൊക്കെ തന്നെയും ഇതിനകം അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനൊപ്പം ചൈനയോ അല്ലെങ്കിൽ ഇറാൻ അടക്കമുള്ള ഏതെങ്കിലും രാജ്യങ്ങളോ മാത്രമാകും ഉണ്ടാവുക. ചൈന പോലും പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട്. കാരണം ഇന്ത്യയെ ശത്രുവാക്കണ്ട എന്നുള്ളതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. എന്തായാലും സൈനിക ബലത്തിലും ആയുധ ബലത്തിലും ഇന്ത്യക്കൊപ്പമെത്താനോ ഇന്ത്യയുടെ ഏഴയിലെത്താനോ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.